അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചാനലിൽ പ്രധാനമായും രാഷ്ട്രീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കേരളത്തിൽ ഒരു ഇലക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ കേരളം മെയ് 4-ാം തീയതി നമ്മളെല്ലാവരും വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ഒരു സമയമാണ്. കേരളം ഇടത്തോട്ടാണോ വലത്തോട്ടാണോ, അത് ഇനി എല്ലാവരും കൂടെ ചേർന്നാണോ ഭരിക്കുന്നത്, BJPക്ക് എത്ര സീറ്റ് കിട്ടും എന്നൊക്കെ നമ്മളിങ്ങനെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ ആര് ഭരിക്കും എന്നാണ് ശ്രീലാൽ പറയുന്നത്? ഭരിക്കാൻ ആരുണ്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ 2016, 2021 വർഷങ്ങളിലെ നിയമസഭാ ഇലക്ഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ 2016 LDF അധികാരത്തിൽ വന്നത് 91 സീറ്റോട് കൂടിയാണ് അധികാരത്തിൽ വന്നത്. 2021 കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർ ഭരണം CPM-ന് കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായി. 91 സീറ്റ് 99 വർദ്ധിപ്പിച്ചിട്ടാണ് 2021 CPM അധികാരത്തിൽ വന്നത്. ഈ CPM അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, അവർക്കിപ്പോൾ 99 സിറ്റിംഗ് MLA-മാരുണ്ട്. ഒരു മണ്ഡലത്തിൽ ഒരു ജനകീയനായ സിറ്റിംഗ് MLA പരാജയപ്പെടുത്തി മറ്റൊരു പ്രതിപക്ഷ MLA-ക്ക് വിജയിച്ച് വരിക എന്നുള്ളത് അത് വെറും ഒരു ടാസ്ക് അല്ല. ഒരു വലിയൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്തായാലും ഒരു സിറ്റിംഗ് MLA-യെ പരാജയപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നാണ് എന്തൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 99 CPM-ൻ്റെ സിറ്റിംഗ് സീറ്റുകളിൽ പരാജയപ്പെടുത്തിയിട്ട് വേണം വെറും 41 സീറ്റുകൾ മാത്രമുള്ള UDF-ന് അധികാരത്തിൽ വരാം. അങ്ങനെ സംഭവിക്കണമെങ്കിൽ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം എത്രയൊക്കെ തന്നെ കൂട്ടിയാലും CPM-നെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ UDF-നെ കൊണ്ട് കഴിയും എന്ന് നമ്മൾ എത്രയൊക്കെ കണക്ക് കൂട്ടിയാലും കഴിയില്ല. ഈ 99 സിറ്റിംഗ് സീറ്റുകളിൽ ഒരു 10-30 സിറ്റിംഗ് സീറ്റുകൾ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയാലും CPM-നെ സംബന്ധിച്ച് ഒരു 68-നും 75-നും ഇടയിലുള്ള സീറ്റ് നേടി CPM തന്നെ അധികാര തുടർച്ച ഉണ്ടാകാനാണ് എൻ്റെ ഒരു കണക്കൂട്ടലിലെ സാധ്യത. അതായത് വീണ്ടും ചരിത്രം, ഒരു പുതിയ ഒരു ചരിത്രം ആവർത്തിക്കും എന്നാണോ സാറ് പറയുന്നത്? വീണ്ടും ഒരു തുടർ ഭരണം 3-ാം പിണറായി സർക്കാരിന് തന്നെയാണ്. അതൊരു ചെറിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരാൻ തന്നെയാണ് സാധ്യത കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഒരുപാട് ഭരണവിരുദ്ധ വികാരം ജനങ്ങളിലുണ്ട് എന്നാണ് UDF അവകാശപ്പെടുന്നത്. പിന്നെ അവർ പറയുന്നത്, അവർ മത്സരിക്കുന്ന സീറ്റുകൾ പ്രധാനമായും മധ്യ കേരളവും വടക്കോട്ടും അവർ കുറച്ചധികം സീറ്റുകൾ പിടിക്കുമെന്നൊക്കെയാണ് ആരോപണം. സതീശൻ പറയുന്നത് 100 സീറ്റുകൾ പിടിക്കും, അല്ലെങ്കിൽ പുള്ളി വനവാസത്തിന് പോകുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവരുടെ രാഷ്ട്രീയം ആര് ഭരിക്കും, മീൻസ് ജയിക്കുന്നതിന് മുന്നേ അവരുടെ മുഖ്യമന്ത്രി ആരെന്നുള്ള ചർച്ചയുള്ളത് കൊണ്ട് തന്നെ ജനം അങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരു നേരിയ ഭൂരിപക്ഷത്തിൽ ഒരു LDF സർക്കാർ വരികയാണെങ്കിൽ അവിടെ UDF-നോളം തന്നെ മറ്റ് പാർട്ടികൾക്കും അല്ലെങ്കിൽ BJPക്കും ഒരു സാധ്യത ഉണ്ട് എന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? BJP-യുടെ സാധ്യത ഇപ്പോൾ അധികാരത്തിൽ വരിക, മുഖ്യ പ്രതിപക്ഷമാവുക, അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുമെന്നുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷെ അവർക്കൊരു സീറ്റ് നേട്ടം, ഇപ്പം ഒരു സീറ്റ് കിട്ടുമോ എന്നുള്ളതായിരുന്നു 2021 വരെ നമ്മൾ കണക്കൂട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇത് 1-ലധികം സീറ്റ്, ചിലപ്പോൾ 5ഓളം സീറ്റ് വരെ BJP പിടിച്ചെടുക്കാം അല്ലെങ്കിൽ നേടിയെടുക്കാനുള്ള സാധ്യത ഉയർന്ന തോതിൽ തന്നെ ഉണ്ട്. പിന്നെ VD സതീശൻ പറഞ്ഞ 100 സീറ്റ് ഇനിയിപ്പോൾ എത്ര വലിയ ഒരു UDF തരംഗമുണ്ടായാലും, അല്ലെങ്കിൽ എത്ര വലിയ കോൺഗ്രസ് അനുകൂല തരംഗമുണ്ടായാലും, അല്ലെങ്കിൽ പിണറായി വിരുദ്ധ തരംഗമുണ്ടായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ച് 90-ന് മുകളിൽ സീറ്റ് കിട്ടാൻ യാതൊരു സാധ്യതയില്ല. അതിനൊരു കാരണം 2009 നടന്ന മണ്ഡല പുനർക്രമീകരണമാണ്. നമുക്കെല്ലാം ശ്രദ്ധേയമായി ഓർമ്മയുണ്ട്, UDF അവസാനമായിട്ട് 80 സീറ്റിൻ്റെ മുകളിൽ പോയത് 2001 തെരഞ്ഞെടുപ്പിൽ മാത്രമാണ്. 2001 തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് നേടിയാണ് UDF അധികാരത്തിൽ വന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? 2006 VS അച്യുതാനന്ദൻ അധികാരത്തിൽ വന്നു. 2011 UDF അധികാരത്തിൽ വന്നെങ്കിലും വെറും 72 സീറ്റുകൾ മാത്രമാണ് UDF-നുണ്ടായത്. 2016 പിണറായി വന്നു, 2021 പിണറായി വന്നു. അതായത് മണ്ഡല പുനഃക്രമീകരണം ഉണ്ടായതോടുകൂടി UDF അനുകൂല മണ്ഡലങ്ങൾ എന്നത് ഇപ്പം കേരളത്തിലില്ല. പിന്നെ ആകെപ്പാടെ മുസ്ലിം ലീഗിനുള്ള ചില ശക്തി കേന്ദ്രങ്ങൾ, മലപ്പുറത്തുള്ള ശക്തി കേന്ദ്രങ്ങൾ മാത്രമാണ് UDF-ന് അവകാശപ്പെടാൻ കഴിയുന്നത്. പക്ഷെ 100 സീറ്റ് എന്നുള്ളത് ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന രീതിയിൽ UDF-ന് അവസാനിക്കും. അതിന് അഥവാ UDF അധികാരത്തിൽ വന്നാലും ഒരു 75-80 സീറ്റിനപ്പുറം എന്ത് വലിയ തരംഗമുണ്ടായാലും പോകാനുള്ള ഒരു സാധ്യതയും ഞാൻ മുന്നിൽ കാണുന്നില്ല.
അതായത് LDF വിരുദ്ധത അല്ലെങ്കിൽ പിണറായി വിരുദ്ധത എന്നതൊക്കെ സാറ് വിശ്വസിക്കുന്നുണ്ടോ? കാര്യം പിണറായി വന്നതിന് ശേഷം കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ഇപ്പം പൊതുവിൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമായ ലോഡ് ഷെഡിങ് പോലും കേരളത്തിൽ വളരെ കുറവാണ്. ഒരിക്കലും ഞാൻ അനുകൂലിച്ച് പറയുന്നതല്ല, ഒരു പാർട്ടിയിൽ കുറവാണ്. അപ്പോൾ ജനങ്ങളിൽ അത്രയും അധികം ഒരു ജനവിരുദ്ധത, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുന്നത്, പെൻഷൻ കൊടുക്കുന്നുണ്ട്, ബാക്കി സാധനങ്ങളെല്ലാം കൃത്യമായി കിട്ടുന്നുണ്ട്, കുറെ വികസനവും കൊണ്ടുവരുന്നുള്ള സ്ഥിതിക്ക് അതിശക്തമായ എന്താ ഭരണവിരുദ്ധ വികാരമൊക്കെ ജനങ്ങളിൽ ഉണ്ടാവുമെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഒട്ടും ഇപ്പം LDF അധികാരത്തിൽ നിന്ന് മാറി UDF അധികാരത്തിൽ വരും എന്നൊന്നും ഞാൻ ഒരിക്കലും കരുതുന്നില്ല. LDF തന്നെ അധികാര തുടർച്ച ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലൊന്നും എന്നെ സംബന്ധിച്ച് യാതൊരു സംശയമില്ല. ഇപ്പൊ കേരളത്തിൽ ഒരു LDF വിരുദ്ധ തരംഗമുണ്ടെങ്കിൽ അതൊരു പിണറായി വിരുദ്ധ തരംഗം ഉണ്ടാവാനാണ് സാധ്യത. അല്ലാതെ LDFന് ഒരു ഭരണ വികാരം അല്ലെങ്കിൽ ഒരു വൈകല്യം കൊണ്ട് ഭരണം നഷ്ടപ്പെടാനുള്ള സാഹചര്യം നിലവിൽ കേരളത്തിലില്ല. നമ്മളിപ്പം നിഷ്പക്ഷമായി ആലോചിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ഇതിൻ്റെയൊക്കെ വികസനം വലിയ തോതിൽ നടന്നിട്ടുണ്ട്. നമുക്കൊരു 10 വർഷം മുമ്പത്തെ കേരളമല്ല നമ്മുടെ ഇപ്പോഴുള്ള കേരളം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കേരളം ഒരുപാട് മാറിയിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിൽ, ഭരണത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വികസന കാര്യങ്ങളിൽ നമുക്ക് LDFനെ കുറ്റപ്പെടുത്താൻ യാതൊരുവിധ സാധ്യതയും ഇല്ല. പിന്നെ അത് ഈ വികസനം പറഞ്ഞിട്ട് അല്ലെങ്കിൽ വികസനം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും UDF ഇവിടെ വോട്ട് തേടുന്നുമില്ല. UDF ഇപ്പം മുഖ്യമന്ത്രിയുടെ മകളെ പറ്റി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വൈഫിനെ പറ്റി അങ്ങനെയൊക്കെയുള്ള മരുമോനിസം, അങ്ങനെയൊക്കെയുള്ള ചില വിവാദങ്ങളിൽ പിടിച്ചിട്ടാണ് അവർ ഇലക്ഷന് നേരിട്ടത്. അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്, അങ്ങനെയുള്ള വിഷയങ്ങളാണ്. വികസനം എന്നൊരു വിഷയത്തിൽ ഊന്നിയിട്ട് UDF വോട്ട് നേടാനേ ശ്രമിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ഞാൻ കണക്കാക്കുന്നത്, വികസനം വെച്ചിട്ട് വോട്ട് നേടുകയാണെങ്കിൽ അത് LDFന് അനുകൂലമായിട്ട് വരുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നൊരു സംശയം ചോദിച്ചോട്ടെ സാർ, നമ്മുടെ ഇപ്പം ഒരു MP ഇലക്ഷൻ കഴിഞ്ഞ് ഒരു വർഷം ആയിട്ടില്ല. അപ്പോഴാണ് നമ്മുടെ നമ്മുടെ ഡിസ്ട്രിക്ട് അസംബ്ലിയിലൊക്കെയുള്ള ഇലക്ഷൻ വരുന്നത്. അപ്പോൾ അന്നേരം ജനങ്ങൾ ആർക്ക് നേരെയാണ് ഏറ്റവും കൂടുതൽ പോൾ ചെയ്യുന്നുള്ളത് നമുക്കറിയാം. അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് UDF ആണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെയും നമുക്കൊരു UDF തരംഗം പ്രതീക്ഷിക്കാൻ കഴിയില്ലേ എന്നാണ്. അതായത് ഇപ്പം മാഡം ഉദ്ദേശിക്കുന്നത് ലോക്സഭ ഇലക്ഷന് കോൺഗ്രസിന് ഫുൾ സീറ്റുകൾ നേടാൻ കഴിയുന്നുണ്ട്, നിയമസഭ ഇലക്ഷൻ വരുമ്പോൾ പരാജയപ്പെടുന്നുണ്ട്. അതിനൊരു റീസൺ ഉണ്ട്. ഇപ്പോൾ കേരളത്തിലെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ ഏകദേശം 50% ഭൂരിപക്ഷ ഹിന്ദു വോട്ടേഴ്സാണുള്ളത്. ബാക്കി 50% മുസ്ലിം, ക്രിസ്ത്യൻ, ന്യൂനപക്ഷ വോട്ടാണുള്ളത്. അതായത് ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ടുകൾ ഏകദേശം സമാനമായിട്ട് പോകുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റേറ്റാണ് കേരളം. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ലോകസഭ മത്സരം നടക്കുന്നത് ആരൊക്കെ തമ്മിലാണ്? CPMന് അല്ലെങ്കിൽ LDFനെ സംബന്ധിച്ച് ലോകസഭയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനോ കാണാനോ അവിടെ ഒന്നുമില്ല. അവിടുത്തെ മത്സരം BJP, നരേന്ദ്രമോദിയുടെ BJPയും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസുമായിട്ടാണ് ഡൽഹിയിലെ മത്സരം. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ മോഡിയെ പുറത്താക്കണം, BJPയെ പുറത്താക്കണം എന്ന് ആഗ്രഹിക്കുന്ന വോട്ടർമാരെല്ലാവരും LDFന് വോട്ട് ചെയ്യില്ല. അപ്പം കാരണം LDFന് വോട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യം ഡൽഹിയിൽ സംഭവിക്കാനില്ല. അപ്പം അവരെല്ലാം വോട്ട് ചെയ്യുന്നത് UDFന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും. അങ്ങനെയാണ് പല കോട്ടകൊത്തളങ്ങളും CPMന്റെ ഇടിച്ചു നിരത്തിക്കൊണ്ട് അവർ വിജയിക്കാൻ കഴിയുന്നത്. ഉദാഹരണം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം, കോഴിക്കോട്, കണ്ണൂർ, വടകര, കാസർഗോഡ്, പാലക്കാട് പോലുള്ള മണ്ഡലങ്ങൾ യാതൊരുവിധ സാഹചര്യങ്ങളിലും LDF തോക്കാൻ സാധ്യതയില്ലാത്തവരാണ്. അപ്പോൾ അവിടെ ചില ഉദുമ അല്ലെങ്കിൽ പയ്യന്നൂർ, തളിപ്പറമ്പ് പോലുള്ള, തലശ്ശേരി പോലുള്ള LDF കോട്ടകളിൽ വരെ ഭൂരിപക്ഷം നേടിയിട്ടാണ് UDF ലോകസഭയിൽ വിജയിക്കുന്നത്. അതിനുള്ള റീസൺ ഇതാണ്. BJP വിരുദ്ധ വോട്ടുകൾ കേന്ദ്രീകരിച്ച് UDFന് വരുന്നത് കൊണ്ടാണ് അവിടെ വിജയം UDFനോടൊപ്പം നിൽക്കുന്നത്. പക്ഷേ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ അതല്ല സാഹചര്യം. ഇവിടെ നേരിട്ടുള്ള പോരാട്ടം LDFും UDFും തമ്മിലാണ് നേരിട്ടുള്ള പോരാട്ടം. BJP നിലവിലൊരു ഫാക്ടറേ അല്ല. അവർ ചിലപ്പോൾ 3, 4, 5 പോട്ടൊരു 10 സീറ്റിൽ വിജയിച്ചിരിക്കാം. ബാക്കി ഒരു സീറ്റിലും BJP ചലനം ഉണ്ടാക്കാത്ത സ്ഥിതിക്ക് നേരിട്ടുള്ള പോരാട്ടം LDFും UDFും ആവുന്നത് കൊണ്ടും ഒരു മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അനുകൂലമായിട്ട് വരാൻ സാധ്യതയും ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു കോൺഗ്രസ് അനുകൂലമായി മാഡം പറയുന്നത് പോലെ അങ്ങനെ ഒരു അനുകൂലമായ സ്ഥിതി ഇവിടെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ ഭിന്നിക്കുന്ന വോട്ടുകൾ, സാറ് പറയുന്നു കുറച്ചധികം വോട്ടുകൾ UDFിലേക്ക് പോകുന്നു. പക്ഷേ അതേസമയം തന്നെ
ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും BJP അവരുടെ പോളിംഗ് ശതമാനം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പോൾ ചെയ്യപ്പെടുന്ന വോട്ടുകൾ, അവർക്ക് കിട്ടുന്ന വോട്ടുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കും. കുറച്ചധികം ഈ ഒരു 2000 മുതൽ നമ്മൾ 2026 വരെയുള്ള കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഒരു പഞ്ചായത്ത് പോലും ഭരിക്കാത്ത BJP ഇന്ന് പല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഭരിക്കുന്നു. അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിലെ പ്രതിപക്ഷം അവരാണ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കേപ്പബിലിറ്റി കൂടുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പം ഈ ശിഥിലീകരിക്കുന്ന വോട്ടുകളെല്ലാം LDF നിന്ന് പോകുന്ന വോട്ടുകളെല്ലാം കറക്റ്റായിട്ട് UDFിലേക്കാണ് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. പകരം BJPയിലേക്കും പോകുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരമുള്ള വോട്ടുകൾ BJPയിലേക്ക് പോകില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം അല്ലല്ലോ. അതായത് BJPയിലോട്ട് പോകില്ല എന്ന് പറയാൻ മാഡത്തിന്റെ ഒരു നിരീക്ഷണം വളരെ കറക്റ്റാണ്. പക്ഷേ ഇവിടെ BJP കട്ടയ്ക്ക് നിൽക്കുന്ന മണ്ഡലങ്ങൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ള പോലെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതായത് BJP കട്ടയ്ക്ക് നിൽക്കണം എന്ന് ഉദ്ദേശിച്ചത് BJP വിജയിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ 2ാം സ്ഥാനം വന്നതോ ആയിട്ടുള്ള മണ്ഡലങ്ങൾ എത്ര എണ്ണമുണ്ട്. എൻ്റെ ഒരു കണക്കൂട്ടിൽ സബ്ജക്റ്റ് കറക്ഷൻ ഏകദേശം 15 സീറ്റുകളിൽ മാത്രമാണ് നിലവിൽ BJP 2ാം സ്ഥാനം വന്നിട്ടുള്ളത്. അപ്പം അത്തരം മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ LDF വിരുദ്ധ വോട്ടുകൾ BJPയെ കേന്ദ്രീകരിക്കാൻ സാധ്യത. ബാക്കിയുള്ള 140 മണ്ഡലമാണുള്ളത്. അപ്പോൾ 140 - 15 125 ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ നേരിട്ടുള്ള പോരാട്ടം ഇപ്പോൾ LDFും UDFും തമ്മിലാണ്. അപ്പം അവിടെ ആ മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വിരുദ്ധ വോട്ടുകൾ LDFിനോ UDFിനോ കിട്ടാനുള്ള സാധ്യത. പിന്നെ ഈ 2026 പ്രത്യേക സാഹചര്യത്തിൽ BJP 15 അല്ല, ചിലപ്പോൾ ഏകദേശം 30ഓളം സീറ്റുകളിൽ 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ മണ്ഡലങ്ങളിൽ BJPക്ക് അനുകൂലമായിട്ടും മറ്റുള്ള മണ്ഡലങ്ങളിലെ മാറ്റം വ്യത്യസ്തമായ രീതിയിലും വരുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഇപ്പൊ സാറ് പറയുന്നത് അടുത്ത വരും വർഷം, അതായത് ഇത്രയും നാളും നമ്മുടെ കേരളം UDF LDF എന്ന തരത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ UDF LDF അല്ലെങ്കിൽ LDF UDF BJP എന്ന് പറയുന്ന ഒരു ത്രികക്ഷി മത്സരങ്ങളിലേക്ക് പോകും എന്ന് തന്നെയാണോ സാർ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും ത്രികക്ഷിയല്ല, അത് 2 കക്ഷി മുന്നേറ്റമായിട്ട് മാറും. അതിലൊരു കക്ഷി BJP ആയിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. BJP കേരളത്തിൽ അധികാരം പിടിക്കുമ്പോൾ LDFിനെയോ UDFിനെയോ ഏതെങ്കിലും ഒരു കക്ഷിയെ ശിഥിലീകരിച്ചു കൊണ്ടായിരിക്കും BJP കേരളത്തിൽ ഒരു സ്ഥാനം പിടിച്ചെടുക്കാൻ പറ്റുക. 3 കക്ഷിക്കും കേരളത്തിൽ ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യാൻ സാധ്യമായ സംഭവം ഇല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കക്ഷിയെ ശിഥിലീകരിച്ചു കൊണ്ടായിരിക്കും BJP വരുന്നത്. അത് ഏത് കക്ഷിയാണ് ശിഥിലീകരിക്കണമെന്ന് കണ്ടറിയേണ്ടതാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴായിരിക്കും അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു തുടർ ഭരണം LDFിന് കിട്ടുകയാണെങ്കിൽ ആ ശിഥിലീകരണം UDF ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അതേസമയം UDF 1 സീറ്റോടുകൂടി അധികാരത്തിൽ വരികയാണെങ്കിൽ LDFിന്റെ പതനം സുനിശ്ചിതമായിരിക്കും. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. കൊഴിഞ്ഞുപോക്ക് 2 പാർട്ടികളിൽ നിന്നുമുണ്ട്. UDFിൽ നിന്നും LDFിൽ നിന്നും ഈ ഇലക്ഷൻ പ്രമാണിച്ച് ഒട്ടനവധി ആൾക്കാർ, ഒട്ടനവധി നേതാക്കന്മാരെ BJPയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ BJPയിൽ വന്നതിന് ശേഷമുള്ള കൊഴിഞ്ഞുപോക്ക് എൻ്റെ ഒരു അനുമാനം അനുസരിച്ച് വളരെ കുറവാണ്. അതെന്തുകൊണ്ടാണ്? അതായത് ഇപ്പോൾ BJPക്ക് ഒരിക്കലും ഒരു വോട്ട് പോലും മുസ്ലിംസിന്റെ വോട്ട് BJPക്ക് ഒരിക്കലും കിട്ടില്ല. ക്രിസ്ത്യാനിറ്റികളുടെ വോട്ടും ഒരു 80% വോട്ടും കിട്ടില്ല. ബാക്കി 20% മാത്രമാണ് BJP സംബന്ധിച്ച് കിട്ടുന്നത്. അതായത് BJPയുടെ വോട്ട് ഹിന്ദു വോട്ടുകളിൽ മാത്രമാണ് BJPയുടെ കണ്ണ്. അതേസമയം ഇപ്പോൾ UDFിനുള്ള ഹിന്ദു വോട്ട്, അതായത് UDFിന് പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളിൽ ഭൂരിഭാഗവും BJPക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് നായർ വിഭാഗം അവർക്ക് വോട്ട് ചെയ്ത ഉന്നത കുലജാതമായ വോട്ടുകൾ അത്രയും BJPക്ക് പോയി കഴിഞ്ഞു. ഇനി വോട്ട് കിട്ടാനുള്ളത് LDFിലുള്ള ഹിന്ദു വോട്ടുകൾ മാത്രമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്നറിയപ്പെടുന്നത് CPM ആണ്. അപ്പോൾ CPMൽ നിന്നുള്ള ഹിന്ദു വോട്ടുകളാണ് ഇനി BJP സംബന്ധിച്ച് കിട്ടാനുള്ളത്. അപ്പോൾ ഇപ്പം നിലവിൽ കോൺഗ്രസിനെ പിടിച്ചു നിർത്തുന്ന ശക്തി മുസ്ലിം വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളാണ് UDFിനെ പിടിച്ചു നിർത്തുന്ന ശക്തി. പിന്നെ കുറച്ച് ഹിന്ദു വോട്ടുകളും ഉണ്ട്. അപ്പം UDFിനെ സംബന്ധിച്ച് കിട്ടാനുള്ള ഹിന്ദു വോട്ടുകൾ അത്രയും BJPക്ക് വന്നു ചേർന്ന് കഴിഞ്ഞു. ഇനി BJPക്ക് കിട്ടാവുന്ന ഹിന്ദു വോട്ടുകളുള്ളത് CPMൽ നിന്ന് മാത്രമാണ്. അപ്പോൾ CPMന്റെ വോട്ടാണ് ഇനി BJP പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയാൻ ഒരിക്കലും സാറ് പറയുന്ന അത്തരം ഒരു കാര്യത്തോട് എനിക്ക് അധികം യോജിക്കാൻ കഴിയുന്നില്ല. കാര്യം നമ്മുടെ BJP എന്ന് പറയാൻ BJP സർക്കാർ കേരളത്തിലാണ് എന്നാണ് എൻ്റെ ധാരണ. ഒട്ടനവധി കാര്യങ്ങളിൽ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതക്കാരെ
വളരെയധികം പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ആ കാറ്റഗറിയിലുള്ള വോട്ട് കുറച്ചെങ്കിലും BJP-യിലേക്ക് പോകില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് കുറച്ച് യോജിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അല്ല, ഞാൻ അതാണ് മുൻകൂട്ടി പറഞ്ഞത്. ക്രിസ്ത്യാനിറ്റികളുടെ വോട്ട് പൂർണ്ണമായിട്ടും BJP-ക്ക് കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ക്രിസ്ത്യാനിറ്റികളുടെ 20% വോട്ട് നിലവിൽ BJP-ക്ക് കിട്ടുന്നുണ്ട്. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം അതിനൊരു കാരണമാണ്. അപ്പം ക്രിസ്ത്യാനികളുടെ 80% വോട്ട് കിട്ടില്ലെന്നേ പറഞ്ഞുള്ളൂ. ബാക്കി 20% വോട്ട് നിലവിൽ BJP-ക്ക് കിട്ടുക തന്നെയാണ്. അപ്പം ഒരിക്കലും കിട്ടാത്ത ഒരു വിഭാഗത്തിൻ്റെ വോട്ടാണ് മുസ്ലിം വോട്ട്. അത് വോട്ട് മാത്രം ഒരാൾ പോലും അവർ താമര ചിഹ്നത്തിൽ ഒരിക്കലും വോട്ട് ചെയ്യാൻ പോകുന്നില്ല BJP സംബന്ധിച്ച്. പക്ഷേ ക്രിസ്ത്യാനിറ്റികളുടെ വോട്ട് 20% നിലവിൽ കിട്ടുന്നുണ്ട്. അത് ചിലപ്പോൾ വർദ്ധിച്ചേക്കാം. പക്ഷെ ഹിന്ദു വോട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കിട്ടാവുന്നതാണ് BJP ശ്രമിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. അങ്ങനെ പറയുകയാണെങ്കിൽ ഇനി ശിഥിലീകരണം സംഭവിക്കാൻ പോകുന്നത് LDF-ൽ നിന്നാവണം, അല്ലെങ്കിൽ LDF-ൽ നിന്നായിരിക്കും എന്നാണോ സാറിന്റെ അനുമാനം? അതെ, ഇനിയിപ്പോ BJP-ക്ക് വളരാനുള്ളത് LDF-ന്റെ വോട്ട് ബേസിൽ കടന്നു കയറിയിട്ട് മാത്രമേ BJP-ക്ക് നിലവിൽ ഇനി വളരാനുള്ള സാധ്യതയുള്ളൂ. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്നറിയപ്പെടുന്നത് CPM ആണ്. അപ്പോൾ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് കിട്ടാവുന്ന ഹിന്ദു വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ നിന്ന് വളരെ പ്രയാസമാണ് അവിടെ നിന്ന് ഹിന്ദു വോട്ടുകൾ പിടിച്ചെടുക്കാനായിട്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ നിലവിൽ പിടിച്ചെടുക്കാനുള്ള സാധ്യത കോൺഗ്രസിലുണ്ട്. ഇനി ഹിന്ദു വോട്ടുകൾ പിടിക്കണമെങ്കിൽ അത് CPM-ൽ നിന്നും അല്ലെങ്കിൽ LDF-ൽ നിന്നും മാത്രമേ സാധ്യമാവുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് BJP അല്ലെങ്കിൽ എനിക്ക് BJP-യോട് പറയാനുള്ളത് BJP ഇനി ശ്രമിക്കേണ്ടത് LDF-ൽ നിന്നുള്ള ഹിന്ദു വോട്ടുകൾ പിടിച്ചെടുക്കാനാണ്. അപ്പോൾ ഞാൻ ഒരു തമാശ രൂപേണ ഒരു കാര്യം ചോദിക്കുന്നതാണ്. ഒരു അതായത് നമ്മുടെ 2026-ലെ ഇലക്ഷൻ റിസൾട്ട് മെയ് മാസം 4-ാം തീയതി വരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാഹചര്യം വച്ചിട്ട് ഒരു 65 വോട്ട് LDF-ഉം 65 ഒരു 10 സീറ്റ് UDF-ഉം പിടിച്ചു കഴിഞ്ഞാൽ ഒരു 60 സീറ്റ് UDF-നുമാണ്, 10 സീറ്റ് BJP-ക്കുമാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ അടുത്ത ഒരു 5 വർഷം എങ്ങനെയായിരിക്കും? അതായത് മേഡം ഉദ്ദേശിച്ചത് 65 സീറ്റ് LDF, 65 സീറ്റ് UDF, അപ്പോൾ 130 സീറ്റ്. ബാക്കി 10 സീറ്റ് BJP പിടിച്ചെടുക്കുകയാണെങ്കിൽ കേരളത്തിലെ എന്ത് അവസ്ഥയാവുമെന്നാണ് ചോദിച്ചത്. അപ്പോഴാണ് ഈ നമ്മുടെ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യ മുന്നണി കേരളത്തിലൂടെ വരാൻ പോകുന്നത്. അതായത് കേരളത്തിന് പുറത്ത് ഈ പറയുന്ന LDF-ലുള്ള കക്ഷികളും UDF-ലുള്ള കക്ഷികളും ഒരുമിച്ചിട്ടാണ് ഈ തമിഴ്നാട് ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകളിലും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുപോലൊരു മുന്നണി കേരളത്തിൽ വരാനാണ് സാധ്യത. കാരണം 65 സീറ്റ് എന്ന് പറഞ്ഞാൽ 71 സീറ്റ് കിട്ടി മാത്രമേ അധികാരത്തിൽ വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സീറ്റുകൾ ബാക്കിയുള്ള മുന്നണികളിൽ നിന്നും നേടേണ്ടി വരും. അതായത് കേരളത്തിൽ കോൺഗ്രസും UDF-ഉം LDF-ഉം കൈകൊടുക്കും എന്ന് പറയുന്നത് കേരള ചരിത്രത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമായിരിക്കും. അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കുമോ അതേ LDF പ്ലസ് BJP അല്ലെങ്കിൽ UDF പ്ലസ് BJP അങ്ങനെ ഒരു സാധ്യത സാർ ഒരിക്കലും കാണുന്നില്ല? BJP ഇനി LDF-നോടോ UDF-നോടോ കൂട്ടുകൂടുമെന്നുള്ള ഒരു സംശയമാണ്. അങ്ങനെ കൂട്ടുകൂടില്ല. യാതൊരു സാഹചര്യത്തിലും BJP-യോ അല്ലെങ്കിൽ BJP-യോടോ LDF-ഓ UDF-ഓ കൂട്ടുകൂടില്ല. അവർ തമ്മിലൊരു കൂട്ടുകക്ഷി ഉണ്ടാക്കാനേ സാധ്യതയുള്ളൂ BJP-യെ പുറത്താക്കാനായിട്ട്. അങ്ങനെ ഒരു സംഭവം സംഭവിക്കുകയാണെങ്കിൽ അടുത്ത ഒരു 5 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ വീണ്ടും 2 പാർട്ടികളാവില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കേരളത്തിൽ ഒരു കക്ഷിയായിട്ട് ഒരിക്കലും കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം മുന്നോട്ട് പോകില്ല. 2 കക്ഷികൾ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പം വരുന്ന ഭാവിയിൽ കേരളത്തിൽ BJP ഒരു കക്ഷിയായിട്ട്, അതായത് ഭരിക്കാൻ സാധ്യതയുള്ളൊരു കക്ഷിയായിട്ട് മാറും. അത് ഏത് മുന്നണിയെ ശിഥിലീകരിച്ചുകൊണ്ടായിരിക്കും അത് എന്നുള്ളതാണ് കൗതുകമേറിയ കാഴ്ച. അപ്പൊ ഈ സാറ് പറയുന്ന ഒരു കാര്യം ഇടയ്ക്ക് കയറിയത് കുറച്ച് ഖേദിക്കുന്നു. ഞാൻ ചോദിക്കാൻ വന്ന കാര്യം എപ്പോഴും അതായത് ഓരോ സമയം UDF-നെ വിമർശിക്കാൻ മാത്രം വാതുറക്കുന്ന LDF-ഉം LDF-നെ വിമർശിക്കാൻ മാത്രം വാതുറക്കുന്ന UDF-ഉം തമ്മിൽ ഒരുമിക്കുക, അങ്ങനെ ഒരു ഭരണം എങ്ങനെയായിരിക്കും? കേരളത്തിൽ എന്തെങ്കിലും ഒരു വിഷയം കറക്റ്റായിട്ട് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരിക്കില്ലല്ലോ. അങ്ങനെയുള്ളൊരു കേരള ഭരണം ശരിക്കും എന്ത് പറയുന്ന അങ്ങനെയാണെങ്കിൽ ഒരു വർഷം പോലും ആ ഒരു ക്യാബിനറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് സമീപഭാവിൽ തന്നെ സംഭവിക്കും. അതായത് 2026 ആയിട്ടുള്ളത്. 2036 ആകുമ്പോൾ തന്നെ BJP കേരളത്തിലെ ഏറ്റവും വലിയൊരു കക്ഷിയായി വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആ സമയത്ത് എന്തൊരു മനസ്സിലെ കണക്കൂട്ടൽ ഇവിടെ ശിഥിലീകരിക്കാൻ പോകുന്ന പാർട്ടി CPM ആയിരിക്കും. CPM ശിഥിലീകരിച്ചുകൊണ്ടായിരിക്കും BJP അധികാരത്തിൽ വരാനുള്ള സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
പക്ഷേ സാറ് പറയുന്ന ആ കാര്യത്തിനോട് എനിക്ക് അത്ര യോജിക്കാൻ പറ്റുന്നില്ല. കാര്യം എനിക്ക് തോന്നുന്നു അടുത്തൊരു 2027 നമ്മൾ ഇതേ സമയം വീണ്ടും ഒരു ഇലക്ഷൻ, അല്ലെങ്കിൽ 2028 നമ്മൾ വീണ്ടും ഒരു ഇലക്ഷനെ വരവേൽക്കും എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. വേറെ ഒന്നും കൊണ്ടല്ല, ഈവൻ നമ്മുടെ കേരളത്തിലെ സാഹചര്യം LDF ഒരിക്കലും ഒരു 60 താഴെ പോകുമെന്ന് ഞാൻ ഒരിക്കലും എൻ്റെ ഒരു കാൽക്കുലേഷനിലും ഒരിക്കലും 60-ന് താഴേക്ക് LDF പോവാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അത്രയും വലിയ ജനവിരുദ്ധ വികാരമൊന്നും കേരളത്തിൽ അലയടിക്കുന്നില്ല. UDFിനോട് അത്രയും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഒരു പരിധി കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന ഒരു മനോഭാവമുള്ള ഒരു പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അനുദിനം നമ്മുടെ UDF എന്ന് പറയുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എന്നോട് ദേഷ്യം തോന്നിയാലും നമ്മുടെ നിലവിൽ നമ്മൾ കാണുന്ന ഒരു പോക്ക്, UDF പോകുന്ന ഒരു പോക്ക് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന ഒരു പ്രവണതയാണ് ഞാൻ കാണുന്നത്. അങ്ങനെയുള്ള ഒരു കേരളത്തിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു മന്ത്രിസഭ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഒരു വർഷം, എൻ്റെ കണക്കൂട്ടിൽ ഒരു 6 മാസത്തെ കാലാവധി പോലും കാണില്ല. 6 മാസം കഴിയുമ്പോൾ പ്രധാനമായും രാഷ്ട്രപതി ഭരണത്തിൽ വരികയും അടുത്തൊരു 6 മാസത്തോടു കൂടി നമ്മൾ പുതിയൊരു ഇലക്ഷനെ വരവേൽക്കും എന്നാണ് എൻ്റെ ചിന്താഗതി. അതിനോട് സാറ് യോജിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ മാഡം പറഞ്ഞത് വളരെ ശരിയാണ്. അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാനായിട്ട് പൂർണ്ണമായിട്ടും പറ്റില്ല. നിലവിൽ ആർക്കും ഒരു ഭൂരിപക്ഷം കിട്ടാതിരിക്കുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷി പിന്തുണച്ചുകൊണ്ട് വരികയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണെങ്കിൽ രാഷ്ട്രപതി ഭരണവും വരാം. ഇപ്പോൾ നമ്മുടെ മുൻ DGP TP സെൻകുമാർ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ രാഷ്ട്രപതി ഭരണം വന്നു കഴിഞ്ഞാൽ BJP ആയിരിക്കും രാഷ്ട്രപതി ഭരണത്തിലൂടെ കേരളം ഭരിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഉദ്യോഗസ്ഥരെല്ലാം സൂക്ഷിച്ചോണം എന്ന് TP സെൻകുമാറും പറഞ്ഞത് വെറുതെ അല്ല, മേഡം പറഞ്ഞ സാഹചര്യവും സംഭവിക്കാവുന്നതാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ ഒരു വർഷം കഴിഞ്ഞു വരുന്ന ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രം തന്നെ മാറ്റി എഴുതാൻ പാകപ്പെട്ട ഒന്നായിരിക്കില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ചരിത്രം തന്നെ മാറ്റി എഴുതാൻ കാരണമാകുന്ന ഒരു കാര്യമായിരിക്കും. എന്തായാലും മെയ് 4-ന് ഇനിയിപ്പോൾ ഒരു കറക്റ്റ് പറഞ്ഞ 5 ദിവസം കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് അറിയാം എന്തായിരിക്കും സ്ഥിതി. 5 ദിവസം കഴിയുമ്പോൾ കേരളം ഇടത്തോട്ടോ വലത്തോട്ടോ അതേ ഒരുമിച്ചാണോ എന്ന് നമുക്കറിയാം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം.